നെക്സ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മുടെ പഠിക്കാനുള്ളത് തെർമോകപ്പിൾസ് ആണ്. ഇറ്റ് ഈസ് എ തെർമോ EMF സെൻസേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ RTD പഠിച്ചിട്ടുണ്ട്, റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ പഠിച്ചിട്ടുണ്ട്, പിന്നെ തെർമിസ്റ്റർ പഠിച്ചു. നെക്സ്റ്റ് തെർമോകപ്പിൾസ് ഏത് കാറ്റഗറിയിൽ പെടുന്നതാണെന്ന് വെച്ചാൽ തെർമോ EMF സെൻസേഴ്സിൽ പെടുന്നതാണ്. EMF എന്ന് പറയുന്നത് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്നാണ്. ഈ EMFനെ കൊണ്ട് പറയുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുമ്പോഴാണ് നമ്മൾ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സെല്ല്, ഒരു ബാറ്ററി, ആ ബാറ്ററിയുടെ ഒരു സൈഡ് പോസിറ്റീവും ഒരു സൈഡ് നെഗറ്റീവും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ബാറ്ററീനെ നമ്മളൊരു വയർ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യുന്നു. രണ്ട് എൻഡ് തമ്മിൽ ഒരു വയർ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് സൈഡിലുള്ള ഇലക്ട്രോൺസ്, നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജിൽ അല്ലേ, അവിടെ നിന്ന് ഇലക്ട്രോൺസ് മൂവ് ചെയ്യും എവിടത്തേക്ക്, പോസിറ്റീവ് സൈഡിലേക്ക്. അപ്പോൾ പോസിറ്റീവിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ നെഗറ്റീവ് സൈഡിലെ എല്ലാ ഇലക്ട്രോൺസും പോസിറ്റീവിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ആ നെഗറ്റീവ് സൈഡിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറയുകയും പോസിറ്റീവ് സൈഡിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുകയും ചെയ്യും. ഓക്കെ, അവിടുന്ന് ആ പോസിറ്റീവ് ചാർജുള്ള കണികകൾ നെഗറ്റീവ് സൈഡിലേക്ക് എന്ത് ചെയ്യും, പാസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഇടയിൽ, ആ ഒരു കണക്ഷൻ്റെ ഇടയിൽ ചെറിയൊരു ബൾബൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബൾബ് ലൈറ്റ് ചെയ്യും അല്ലേ. ആ ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഒരു വയറുമായിട്ട് കണക്ട് ചെയ്തിട്ട്, ഏതെങ്കിലും ഒരു ചെറിയൊരു വയറുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചെറിയ ബൾബൊക്കെ ചിലപ്പോൾ ലൈറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടാകാം ചെറുപ്പത്തിൽ അല്ലേ. അപ്പോൾ ആ EMF, അതിന് EMF എന്ന് പറയുക. ഒരു സ്ഥലത്ത് നെഗറ്റീവ്, നമ്മുടെ ഒരു ബാറ്ററിയിൽ ഒരു സ്ഥലത്ത് നെഗറ്റീവ് എനർജി കൂടുതലും മറ്റേ എൻഡിൽ പോസിറ്റീവ് എനർജി കൂടുതലുമാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുന്നു അല്ലേ. അപ്പോൾ അതിനെയാണ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു വയർ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് മൂവ് ചെയ്യും, മറ്റേ സൈഡിൽ പോസിറ്റീവ് സൈഡിൽ കൂടുതലായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഒരു കറണ്ട് ഫ്ലോ അവിടെ നടക്കുന്നുണ്ട് അല്ലേ, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഈ എന്താണ് നമുക്ക് തെർമോകപ്പിൾസ് എന്ന് നോക്കാം. ഫസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. തെർമോകപ്പിൾസിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ തെർമോകപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിവൈസ്, ഒരു ഡിവൈസ് ആണ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ടെമ്പറേച്ചർ വേരിയേഷൻസ്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ വേരിയേഷൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് നമ്മുടെ തെർമോകപ്പിൾസ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ ഓരോരോ സെൻസേഴ്സും ട്രാൻസ്ഡ്യൂസേഴ്സും ഒക്കെ പഠിക്കുകയാണ് അല്ലേ. അപ്പം ഈ ഒരു തെർമോകപ്പിൾ എന്ന് പറയുന്ന ഒരു ഡിവൈസാണ്. അതും ടെമ്പറേച്ചർ വേരിയേഷൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ടെമ്പറേച്ചർ കൂടുന്നു കുറയുന്നു, അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ തെർമോകപ്പിൾസ് ആർ ടെമ്പറേച്ചർ ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്, which are extensively used in the measurement of temperature. പിന്നെ they are active transducers ആണ്. ഓക്കെ, ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്താ ചെയ്യുക, which converts non-electrical quantity into an electrical quantity. അതിനാണ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുക. ഓക്കെ, നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീനെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള ട്രാൻസ്ഡ്യൂസേഴ്സിനെയാണ് നമ്മൾ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുക. ഓക്കെ, നമ്മൾ രണ്ട് തരത്തിലുള്ള ട്രാൻസ്ഡ്യൂസേഴ്സ് പഠിച്ചിട്ടുണ്ട്, ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആൻഡ് പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്. പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീനെ ഒന്നുകിൽ റെസിസ്റ്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, ഇൻഡക്റ്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, കപ്പാസിറ്റൻസിലേക്ക്. അപ്പോൾ ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ, കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്, റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്നൊക്കെ പറയുന്നത് പാസീവ്
എന്താണ് ട്രാൻസ്ഡ്യൂസറാണ്. ഓക്കെ, ഈ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഡയറക്റ്റ്ലി കൺവേർട്ട് ചെയ്യാണ് നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീനെ. നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയാണ് നമ്മുടെ ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചറോ അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റിൻ്റെ ടെമ്പറേച്ചറൊക്കെ. അപ്പോൾ നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീനെ നേരിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയിലേക്ക് നേരിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ട്രാൻസ്ഡ്യൂസേഴ്സിനെയാണ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഇറ്റ്സ് പ്രിൻസിപ്പിൾസ്. ഇത് എന്താണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ? ഒരു തെർമോകപ്പിളിൻ്റെ പ്രിൻസിപ്പിൾ മെയിനായിട്ടുള്ള എന്തൊക്കെയാണ് കാര്യങ്ങൾ? Thermocouple is composed of at least two metals joined together to form two junctions. Okay. അപ്പോൾ തെർമോകപ്പിള് നമ്മൾ കമ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് 2 മെറ്റൽസ് വേണം. 2 മെറ്റൽസ്, ഡിഫറെൻറ്റ് മെറ്റൽസ് ആണ്, 2 ഡിഫറെൻറ്റ് മെറ്റൽസ് വേണം. ജോയിൻ ടുഗെദർ ടു ഫോം 2 ജംഗ്ഷൻസ്. 2 ജംഗ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യുന്നു. ഏതിൻ്റെ ജംഗ്ഷൻസ്? ഈ 2 മെറ്റൽ കൊണ്ട് ജോയിൻ ചെയ്യിക്കുന്ന സമയത്ത് നമുക്ക് 2 ജംഗ്ഷൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ജംഗ്ഷന് പറയുന്ന പേരാണ് ഹോട്ട് ജംഗ്ഷൻ എന്നാണ് പറയുക. ഒരു ജംഗ്ഷന് പറയുന്ന പേര് അപ്പം എന്താണ്? ഹോട്ട് ജംഗ്ഷൻ. ഹോട്ട് ജംഗ്ഷൻ അല്ലെങ്കിൽ മെഷറിംഗ് ജംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, ഹോട്ട് ജംഗ്ഷൻ ഓർ മെഷറിംഗ് ജംഗ്ഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ഇതിന് വേറെ വരുന്നുണ്ട് അൺനോൺ ബോഡി. ഏതാണോ നമുക്ക് മെഷർ ചെയ്യേണ്ടത്, ഏത് ഓബ്ജക്റ്റിൻ്റെ ടെമ്പറേച്ചർ ആണോ നമുക്ക് മെഷർ ചെയ്യേണ്ടത്, ആ ഒരു ജംഗ്ഷനിൽ കണക്ട് ചെയ്യുന്ന ഓബ്ജക്റ്റ്. ഓക്കെ, അതാണ് ഹോട്ട് ജംഗ്ഷൻ. അൺനോൺ ബോഡി, നമുക്കറിയാത്ത ഒരു ഓബ്ജക്റ്റിൻ്റെ ടെമ്പറേച്ചറാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. അതെവിടെയാണ് കണക്ട് ചെയ്യുക? ഹോട്ട് ജംഗ്ഷനിലാണ്. ഓക്കെ, അപ്പോൾ ഹോട്ട് ജംഗ്ഷനാ മെഷറിംഗ് ജംഗ്ഷൻ എന്ന് പറയും, പിന്നെ അൺനോൺ ബോഡി എന്നും പറയും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ജംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കോൾഡ് ജംഗ്ഷനാണ്. കോൾഡ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അതിൻ്റെ ഒരു റെഫറൻസ് ടെമ്പറേച്ചർ, അല്ലെങ്കിൽ റെഫറൻസ് ടെമ്പറേച്ചർ അധികം 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഓരോന്നിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഓരോ മെറ്റൽസിനെയും. ഓക്കെ, അപ്പോൾ കോൾഡ് ജംഗ്ഷൻ എന്ന് പറയുന്നത് നോൺ ബോഡിയാണ്. ദിസ് ജംഗ്ഷൻ ഈസ് നോൺ ആസ് റെഫറൻസ് ജംഗ്ഷൻ ഓർ കോൾഡ് ജംഗ്ഷൻ ഓർ നോൺ ബോഡി. നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു ടെമ്പറേച്ചർ ഉള്ള ജംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഇത് കമ്പയർ ചെയ്തിട്ടാണ്, ആ നോൺ ജംഗ്ഷനുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ദ വാല്യൂ ഓഫ് അൺനോൺ ബോഡി, ദാറ്റ് ഈസ് ഹോട്ട് ജംഗ്ഷൻ്റെ അകത്തുള്ള ടെമ്പറേച്ചർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ദ വാല്യൂ ഓഫ് unknown body will be measured with respect to non-body temperature. അപ്പോൾ അൺനോൺ ബോഡിയുടെ എന്താണ് ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യുന്നത് നമ്മുടെ നോൺ ബോഡി ടെമ്പറേച്ചർ ഉപയോഗിച്ച്, ദാറ്റ് ഈസ് കോൾഡ് ജംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഹോട്ട് ജംഗ്ഷൻ്റെ അകത്തുള്ള എന്താണ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോൾഡ് ജംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദ കോൾഡ് ജംഗ്ഷനുമായിട്ട് റെസ്പെക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തെർമോകപ്പിളിൽ 2 ഡിഫറെൻറ്റ് മെറ്റൽസ് ആണ് ഉപയോഗിക്കുക. ആ മെറ്റൽസ് ഒരു പ്രത്യേക രീതിയിൽ എന്ത് ചെയ്യും, അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 2 ജംഗ്ഷൻ ഉണ്ടാകും. ആ ഒരു ജംഗ്ഷന് പറയാൻ നമ്മൾ ഹോട്ട് ജംഗ്ഷനും മറ്റൊരു ജംഗ്ഷന് പറയാൻ നമ്മൾ കോൾഡ് ജംഗ്ഷനാണ്. ഹോട്ട് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിൻ്റെയാണോ ബോഡി അൺനോൺ ബോഡി, നമുക്ക് ഏത് ഒബ്ജക്റ്റിൻ്റെയാണോ ടെമ്പറേച്ചർ മെഷർ ചെയ്യേണ്ടത് അതാണ് ഹോട്ട് ജംഗ്ഷനിൽ ഉണ്ടാവുക. കോൾഡ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റെഫറൻസ് ടെമ്പറേച്ചർ, നമുക്ക് ഓൾറെഡി അറിയാവുന്ന ടെമ്പറേച്ചർ ഉള്ളതാണ് കോൾഡ് ജംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദ തെർമോകപ്പിൾ ഡിപ്പെൻഡ്സ് ഓൺ ദ 3 എഫക്ട്സ്. ഓക്കെ, അപ്പോൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു, ഈ ഒരു തെർമോകപ്പിള് കമ്പോസ് ചെയ്തിരിക്കുന്നത് ബൈ യൂസിങ് 2 മെറ്റൽസ് ജോയിൻ ടുഗെദർ ടു ഫോം 2 ജംഗ്ഷൻസ് അല്ലേ. 1 ജംഗ്ഷൻ ഈസ് നോൺ ആസ് ഹോട്ട് ജംഗ്ഷൻ ആൻഡ് അതർ ജംഗ്ഷൻ ഈസ് നോൺ ആസ് കോൾഡ് ജംഗ്ഷൻ. അപ്പം നമ്മൾ മെഷർ ചെയ്യുന്നത് കോൾഡ് ജംഗ്ഷനായിട്ട് വിത്ത് റെസ്പെക്ട് ടു ദ കോൾഡ് ജംഗ്ഷൻ അല്ലേ, ഒരു ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. അപ്പോൾ തെർമോകപ്പിളിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾസ് ഡിപ്പെൻഡ്സ് ഓൺ 3 എഫക്ട്സ്. Working principle. Thermocouple's working principle depends on 3 effects.
Seebeck effect, Peltier effect, Thomson effect. ഓക്കെ, നമുക്ക് ഈ 3 എഫക്റ്റും എന്താണെന്ന് നോക്കാം. സീബെക്ക് എഫക്റ്റ്, പെൽറ്റിയർ എഫക്റ്റ്, തോംസൺ എഫക്റ്റ്. ഓക്കെ, the first one is Seebeck effect. The Seebeck effect occurs between two different metals. Two different metals തമ്മിലാണ് Seebeck effect occur ചെയ്യുന്നത്. When the heat provides to any one of the metal, ഏതെങ്കിലും ഒരു മെറ്റലിൻ്റെ അകത്ത് നമ്മൾ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ the electrons start flowing from hot metal to cold metal. ഹോട്ട് മെറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പിന്നെ ഏതിൻ്റെയാണോ നമുക്ക് മെഷർ ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് ദ ഹോട്ട് മെറ്റൽ. കോൾഡ് മെറ്റൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് അറിയുന്ന ടെമ്പറേച്ചറിലത്. അപ്പോൾ ദസ് കറണ്ട് ഡയറക്റ്റ് കറണ്ട് ഇൻഡ്യൂസസ് ഇൻ ദ സർക്യൂട്ട്. അപ്പോൾ സർക്യൂട്ടിൻ്റെ അകത്ത് ഒരു ഡയറക്റ്റ് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. ഇവിടെ രണ്ട് മെറ്റൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. അയേൺ. ഓക്കെ, ഓൾറെഡി നമ്മൾ പറഞ്ഞു തെർമോകപ്പിൾസ് എന്ന് പറയുന്നത് ടു മെറ്റൽസ് ജോയിൻ ടുഗെദർ അല്ലേ. ഇവിടെ അയേൺ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു മെറ്റൽ ഉപയോഗിച്ചിട്ടുള്ള എന്താണ്, കോപ്പറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്നിലൂടെ പിന്നെ അയേണിലൂടെയോ അല്ലെങ്കിൽ കോപ്പറിലൂടെയോ ഏതെങ്കിലും ഒരു മെറ്റലിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. when the heat provides to any one of the metal, ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു മെറ്റലിൽ നമ്മൾ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഇലക്ട്രോൺസ് സ്റ്റാർട്ട് ഫ്ലോയിങ് ഫ്രം, ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, ഫ്ലോ ചെയ്യുന്നു ഫ്രം ഹോട്ട് മെറ്റൽ ടു കോൾഡ് മെറ്റൽ. ഹോട്ട് മെറ്റൽ ടു കോൾഡ് മെറ്റലിലേക്ക്. ഹോട്ട് മെറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹോട്ട് മെറ്റലിൽ നിന്ന് എന്ത് ചെയ്യുന്നു, കോൾഡ് മെറ്റലിലേക്ക് എന്ത് ചെയ്യുന്ന കറണ്ട് പാസ് ചെയ്യുന്ന. ദസ് ഡയറക്റ്റ് കറണ്ട് ഇൻഡ്യൂസസ് ഇൻ ദ സർക്യൂട്ട്. സർക്യൂട്ടിൻ്റെ അകത്ത് ഒരു ഡയറക്റ്റ് കറണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പം ഞാൻ എന്താ പറയേണ്ടത്, ഹീറ്റ് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഹീറ്റ് എന്താണ് മറ്റേ മെറ്റലിലേക്ക് എന്ത് ചെയ്യുന്നു, വ്യാപിക്കുന്നു. അപ്പോൾ ഇതിലൂടെ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസ് സ്റ്റാർട്ട് ഫ്ലോ ചെയ്യുന്നു അല്ലേ. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, ഒരു കറണ്ട് ഇൻഡ്യൂസസ് ഇൻ ദ സർക്യൂട്ട്. നമ്മുടെ സർക്യൂട്ടിൽ ഒരു ഡയറക്റ്റ് കറണ്ട് ഉണ്ടാവുന്നു, ഒരു ഇൻഡ്യൂസസ് വരുന്നു ഇൻ ദ സർക്യൂട്ട്. അതാണ് സീബെക്ക് എഫക്റ്റ്. അപ്പോൾ സീബെക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ടു ഡിഫറെൻറ്റ് മെറ്റൽസ് ഉണ്ടെങ്കിൽ വൺ മെറ്റലിൻ്റെ അകത്ത് നമ്മൾ ഹീറ്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആ ഹീറ്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും ഹോട്ട് മെറ്റൽ ടു കോൾഡ് മെറ്റലിലേക്ക്. അപ്പം അങ്ങനെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കറണ്ട്, ഡയറക്റ്റ് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഈസ് ജനറേറ്റഡ് അറ്റ് ദ ടു ജംഗ്ഷൻസ്. ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് സീബെക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്. In short, Seebeck effect, in short, it is a phenomenon in which the temperature difference between the two different metals induces the potential differences between them. അപ്പോൾ രണ്ട് മെറ്റലിൻ്റെയും ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് അല്ലേ. അപ്പോൾ രണ്ട് മെറ്റലിൻ്റെയും ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മെറ്റലിലാണ് ടെമ്പറേച്ചർ ഉള്ളത്, ആ ടെമ്പറേച്ചർ നമ്മൾ അടുത്ത മറ്റേ മെറ്റലിലേക്ക് എന്ത് ചെയ്യുന്നത്, ഫ്ലോ ചെയ്യുന്നത്. പക്ഷെ തുടക്കത്തിൽ രണ്ട് മെറ്റലിൻ്റെയും ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ടെമ്പറേച്ചർ ഡിഫറൻസ് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കുകയാണ്. രണ്ട് മെറ്റൽ തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ ഫിനോമിനൻ ഇൻ വിച്ച് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ഡിഫറെൻറ്റ് മെറ്റൽസ് induces the potential differences between them. The Seebeck effect produces small voltages for per Kelvin of temperature. Per Kelvin എന്ന് പറയുന്നത് എന്താണ്, ടെമ്പറേച്ചറിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് കെൽവിൻ. അപ്പോൾ പെർ കെൽവിൻ ഓഫ് ടെമ്പറേച്ചറിൽ സ്മോൾ വോൾട്ടേജസ് ആണ് സീബെക്ക് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പെൽറ്റിയർ എഫക്റ്റ് എന്താണെന്ന് നോക്കാം.
പെൽറ്റിയർ ഇഫക്റ്റ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ദ സീബെക്ക് എഫക്റ്റ് ആണ്. ഓക്കെ, സീബെക്ക് എഫക്റ്റിൻ്റെ ഇൻവേഴ്സ് ആണ് പെൽറ്റിയർ എഫക്റ്റ് എന്ന് പറയുന്നത്, ഇൻവേഴ്സ് ഓഫ് ദി സീബെക്ക് എഫക്റ്റ്. ഓക്കെ, ദ പെൽറ്റിയർ എഫക്റ്റ് സ്റ്റേറ്റ് ദാറ്റ്, പെൽറ്റിയർ എഫക്റ്റ് എന്താ പറയുന്നത്, the temperature differences can be created between any two different conductors by applying the potential difference between them. Okay, രണ്ട് മെറ്റൽസ് തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, ആ മെറ്റൽ തമ്മിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ക്രിയേറ്റഡ് ആയിട്ടുണ്ട് എന്നാണ്. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്, സീബെക്ക് എഫക്റ്റിൽ മെറ്റൽസിന് ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആയി കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് പിന്നെ എന്താണ് ടെമ്പറേച്ചർ ഉള്ള സ്ഥലത്ത് നിന്ന് ടെമ്പറേച്ചർ ഇല്ലാത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് അവിടെ ചെറിയൊരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ, ഒരു EMF ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. ഇവിടെ എന്താ പറയുന്നത്, ഒരു EMF ഉണ്ടാവുകയാണെങ്കിൽ രണ്ട് കണ്ടക്ടേഴ്സ് തമ്മിൽ, ഡിഫറെൻറ്റ് കണ്ടക്ടേഴ്സ് തമ്മിൽ അവിടെ ഒരു EMF, ഡിഫറെൻറ്റ് കണ്ടക്ടേഴ്സ് തമ്മിൽ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ രണ്ട് മെറ്റൽസ് തമ്മിലൊരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകും. ഓക്കെ, ദ പെൽറ്റിയർ എഫക്റ്റ് സ്റ്റേറ്റ് ദാറ്റ് the temperature difference can be created between any two different conductors by applying the potential difference between them. Okay, അപ്പോൾ ജസ്റ്റ് ഇൻവേഴ്സ് എന്താണോ സീബെക്ക് എഫക്റ്റ് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഇൻവേഴ്സ് ആണ് പെൽറ്റിയർ എഫക്റ്റിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് തോംസൺ ഇഫക്റ്റ് എന്താണെന്ന് നോക്കാം. തോംസൺ ഇഫക്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്സ് ദാറ്റ് when two dissimilar metals join together and if they create two junctions, then the voltage induces the entire length of the conductor because of the temperature gradient. അപ്പോൾ രണ്ട് ഡിസിമിലർ ആയിട്ടുള്ള മെറ്റൽസ് ജോയിൻ ചെയ്തിട്ട് അതൊരു ജംഗ്ഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ അവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ സർക്യൂട്ടിൽ ഒരു വോൾട്ടേജ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് ആ കണ്ടക്ടറിൽ എൻറ്റയർ ലെങ്തിൽ മുഴുവൻ സ്ഥലങ്ങളിലും നമുക്ക് ആ വോൾട്ടേജ് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, എന്നുവെച്ചാൽ ഒരു രണ്ട് ഡിസിമിലർ മെറ്റൽസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കണ്ടക്ടറിൽ മുഴുവനായിട്ടും നമ്മൾ എന്ത് കാണും, ആ വോൾട്ടേജ് ഡിഫറൻസസ് അല്ലെങ്കിൽ ആ വോൾട്ടേജ് ഇൻഡ്യൂസസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ദ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പിന്നെ ടെമ്പറേച്ചറിൻ്റെ ഡയറക്ഷൻ, എവിടെ നിന്ന് എവിടത്തേക്കാണ് ടെമ്പറേച്ചർ മൂവ് ചെയ്യുന്നത്, ഓക്കെ, അതിൻ്റെ ഡയറക്ഷനും പിന്നെ ഓരോരോ സമയത്തുണ്ടാകുന്ന ടെമ്പറേച്ചറിൻ്റെ അകത്തുള്ള ചേഞ്ചസുകളും ആണ് ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പിന്നെ എന്താണ്, ഇറ്റ് ഷോസ് ദിസ് ഇസ് എ ഫിസിക്കൽ ടേം ദാറ്റ് ഷോസ് ദ ഡയറക്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ഡയറക്ഷൻ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, എവിടുന്ന് എവിടത്തേക്കാണ് ടെമ്പറേച്ചർ മൂവ് ചെയ്യുന്നത്. ഡയറക്ഷൻ ഓഫ് ടെമ്പറേച്ചർ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഓരോ സമയത്തും ഉള്ള ടെമ്പറേച്ചറിലുള്ള മാറ്റങ്ങൾ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അറ്റ് എ പെർട്ടിക്കുലർ ലൊക്കേഷൻ, അതാണ് ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ആ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് എൻ്റയർ ലെങ്തിലും നമുക്ക് ആ വോൾട്ടേജ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇൻഡ്യൂസസ് ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ദ തോംസൺ എഫക്റ്റ് സ്റ്റേറ്റ് ദാറ്റ് വെൻ two dissimilar metals join together and if they create two junctions, then the voltage induces the entire length of the conductor because of the temperature gradient. The temperature gradient is a physical term which shows the direction and rate of change of temperature at a particular location. Okay, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത് തെർമോകപ്പിൾ ഡെഫിനിഷൻ, ഇറ്റ് ഈസ് എ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ടു മെഷർ ദ ടെമ്പറേച്ചർ അല്ലേ. അപ്പം ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് രണ്ട് ഡിസിമിലർ ആയിട്ടുള്ള മെറ്റൽസ് ജോയിൻ ചെയ്തിട്ട് ടു ജംഗ്ഷൻസ് ഫോം ചെയ്യുന്നു. ഒന്ന് ഹോട്ട് ജംഗ്ഷൻ ആൻഡ് അതർ വൺ ഇസ് ദ കോൾഡ് ജംഗ്ഷൻ. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾസ് ഡിപ്പെൻഡ്സ് അപ്പോൺ 3 എഫക്ട്സ്: സീബെക്ക് എഫക്റ്റ്, പെൽറ്റിയർ ഇഫക്റ്റ് ആൻഡ് തോംസൺ എഫക്റ്റ്. Okay.
നെക്സ്റ്റ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും കൺസ്ട്രക്ഷനൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. Hi students, today we are going to discuss about working of thermocouple. Yesterday we have studied 3 effects. The working principle of the thermocouple depends on the 3 effects: Seebeck effect, Peltier effect, Thomson effect. Okay, today we are going to discuss about the working of thermocouple. The circuit of the thermocouple is shown in the figure below. This is the circuit. In this circuit, it uses 2 metals, iron and constantan. These dissimilar metals are connected with 2 junctions P and Q. T1 is the temperature at the junction P and T2 is the temperature at the junction Q. These 2 metals are connected in a temperature controlled junction box. ഈ ടെമ്പറേച്ചർ കൺട്രോൾഡ് ജംഗ്ഷൻ ബോക്സ് ഈ 2 മെറ്റൽസിലെയും ടെമ്പറേച്ചറിനെ എന്താണ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്ന വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ആൻഡ് ദിസ് ഈസ് കണക്റ്റഡ് വിത്ത് കോപ്പർ ലെഡ് വയർ ടു മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്. ദിസ് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ് ഇൻഡിക്കേറ്റ്സ് the temperature level. Okay, indicates the temperature. The circuit consists of 2 dissimilar metals. These metals are joined together in such a manner that they are creating 2 junctions. The metals are bonded to the junction through welding. Okay. Let P and Q are the 2 junctions of the thermocouple. അപ്പോൾ നേരത്തെ ഫിഗറിൻ്റെ അകത്ത് പിയും ക്യൂവും കണ്ടിട്ടുണ്ട്. അതാണ് 2 junctions. Okay, P and Q are 2 junctions. T1 and T2 are the temperature at the junctions. ആ ജംഗ്ഷനിലെ ടെമ്പറേച്ചർ ആണ് T1 and T2. As the temperature of the junctions is different from each other, the EMF generates in the circuit. Okay, അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ 2 ജംഗ്ഷനിലെയും ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആണെങ്കിൽ, ഈ സർക്യൂട്ടിൽ ഒരു EMF എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ്ഡ് ആണ്. ഓക്കെ, ഒരു EMF ഇൻഡ്യൂസ്ഡ് ആണ്. 2 ജംഗ്ഷനിലെയും ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആണെങ്കിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും അവിടെ. As the temperature of the junctions is different from each other, the EMF generates in the circuit. If the temperature at the junction becomes equal, അപ്പോൾ 2 ജംഗ്ഷനിലെയും ടെമ്പറേച്ചർ ഈക്വൽ ആണെങ്കിൽ, ദാറ്റ് ഈസ് T1 equal to T2, അങ്ങനെ ആവുകയാണെങ്കിൽ the equal and opposite EMF generates in the circuit. അപ്പോൾ സർക്യൂട്ടിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള EMF generates in the circuit and സീറോ കറണ്ട് ആയിരിക്കും അപ്പോൾ ഉണ്ടാവുക. സീറോ കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ്. ഓക്കെ, അപ്പോൾ T1 equal to T2 ആണെങ്കിൽ, 2 ജംഗ്ഷനിലെയും ടെമ്പറേച്ചർ ഈക്വൽ ആണെങ്കിൽ ആ സർക്യൂട്ടിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു EMF, എന്ത് ചെയ്യുന്നു, ജനറേറ്റ് ചെയ്യുന്നു. കറണ്ട്, അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്താണ്, സീറോ കറണ്ട് ആയിരിക്കും. ഇഫ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ജംഗ്ഷൻ ബിക്കംസ് അൺഈക്വൽ, നെക്സ്റ്റ് പറയുന്നത് ഈ ടെമ്പറേച്ചർ ഈക്വൽ അല്ലെങ്കിൽ അൺഈക്വൽ ആണെങ്കിൽ the potential differences induces in the circuit. Okay, equal അല്ലെങ്കിലും സർക്യൂട്ടിൽ EMF പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, the magnitude of the EMF induces in the circuit depends on the types of material used for making the thermocouple. അപ്പോൾ EMF ജനറേറ്റ് ചെയ്യുന്നത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഏത് മെറ്റലാണോ നിങ്ങൾ ഈ സർക്യൂട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത് ആ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ,
The total current flowing through the circuit is measured through the measuring devices. This is the measuring device. ഈ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? മെഷറിംഗ് ഡിവൈസ് ആണ്. ആ മെഷറിംഗ് ഡിവൈസസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്തെടുക്കാൻ പറ്റും. The total current flowing through the circuit is measured through the measuring device. ഓക്കെ, അപ്പോൾ ഇതാണ് സർക്യൂട്ട്. അപ്പോൾ ആ സർക്യൂട്ടിൽ രണ്ട് ജംഗ്ഷൻ ഉണ്ട്, പി ആൻഡ് ക്യൂ. അവിടെയുള്ള ടെമ്പറേച്ചർ T1 ആൻഡ് T2 ആണ്. ആ ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആയിരിക്കുന്ന സമയത്ത് തീർച്ചയായും ഈ സർക്യൂട്ടിൽ ഒരു EMF ജനറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ T1 ആൻഡ് T2 ഈക്വൽ ആണെങ്കിൽ T1 ഈക്വൽ ടു T2 രണ്ട് ജംഗ്ഷനിലും അനുഭവപ്പെടുന്ന ടെമ്പറേച്ചർ സെയിം ആണെങ്കിൽ ആ സർക്യൂട്ടിലൊരു EMF ഇൻഡ്യൂസ് ചെയ്യുകയും നമ്മുടെ ഈ സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് സീറോ കറണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ T1 ആൻഡ് T2 ഡിഫറെൻ്റ് ആണെങ്കിൽ EMF ഇൻഡ്യൂസ് ചെയ്യും, അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള കറണ്ട് ഈ സർക്യൂട്ടിലൂടെ പാസ് ചെയ്യും. ആ കറണ്ടിനെ നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ്, ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ്, പലതരത്തിലുള്ള ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കും കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കറണ്ട് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിലൂടെ എത്ര കറണ്ടാണ് ഉള്ളതെന്ന് നമുക്കത് ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കും. സോ ആ ഇൻഡിക്കേഷനിലൂടെ നമുക്ക് ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് നമുക്ക് നോൺ ടെമ്പറേച്ചർ ആയിരിക്കും, ഒന്ന് എന്തായിരിക്കും? അൺനോൺ ടെമ്പറേച്ചർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഏത് ടെമ്പറേച്ചറാണ് അറിയേണ്ടത്? അൺനോൺ ടെമ്പറേച്ചർ. അൺനോൺ ടെമ്പറേച്ചർ എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്? വിത്ത് റെസ്പെക്ട് ടു നോൺ ടെമ്പറേച്ചർ. അപ്പോൾ ഈ ടോട്ടൽ കറണ്ട്, ഈ സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ കറണ്ട് ഇവിടെ കാണിക്കും. പിന്നെ ഒന്നിൻ്റെ ടെമ്പറേച്ചർ നമുക്കറിയാം, അപ്പോൾ മറ്റേതിൻ്റെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, the EMF induces in the thermocouple circuit is given by the equation EMF E equal to A delta theta plus B delta theta square. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, the EMF induces in the thermocouple circuit is given by the equation E equal to A delta theta plus B delta theta square. Where delta theta എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹോട്ട് തെർമോകപ്പിൾ ജംഗ്ഷൻ ആൻഡ് ദ റെഫറൻസ് തെർമോകപ്പിൾ ജംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഡെൽറ്റ തീറ്റ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആണ്, ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. രണ്ട് ജംഗ്ഷനിലുള്ള ഹോട്ട് ജംഗ്ഷനിലും കോൾഡ് ജംഗ്ഷനിലുള്ള ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് ആണ് ഇത് ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നത്. ഇവിടെ എയും ബിയും എന്താണ്? കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ലീനിയാരിറ്റി കാണിക്കുകയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് നമ്മുടെ സ്ക്വയർ ഫോം ഉണ്ടാവില്ല ലീനിയാരിറ്റി കാണിക്കുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു ഇക്വേഷനിൽ എന്താ വരിക? കാരണം കോൾഡ് ജംഗ്ഷനും ഹോട്ട് ജംഗ്ഷനും എന്താണ് ലീനിയാരിറ്റി കാണിക്കുകയാണെങ്കിൽ, നമ്മുടെ ആ രണ്ട് മെറ്റലും ലീനിയാരിറ്റി കാണിക്കുകയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ വരിക, അപ്പോൾ ആ ഒരു സർക്യൂട്ടിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF E എന്ന് പറയുന്നത് A ഡെൽറ്റ തീറ്റ ആയിരിക്കും. അപ്പോൾ ഈ ഇവിടെ ഡെൽറ്റ തീറ്റ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നത് E ഡിവൈഡഡ് ബൈ A ആയിരിക്കും. ഓക്കെ, ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നത് E ഡിവൈഡഡ് ബൈ A ആയിരിക്കും. A ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അഥവാ ലീനിയാരിറ്റി ചോദിക്കുകയാണെങ്കിൽ ഈ സ്ക്വയർ ടേം ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെക്കണം. ദ EMF നമ്മുടെ സർക്യൂട്ടിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFൻ്റെ ഇക്വേഷൻ ഈക്വൽ ടു A ഡെൽറ്റ തീറ്റ പ്ലസ് B ഡെൽറ്റ തീറ്റ സ്ക്വയർ. ഇവിടെ ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് ബിറ്റ്വീൻ ദ ടു ജംഗ്ഷൻസ്, രണ്ട് ജംഗ്ഷൻസും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് തെർമോകപ്പിളിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെ മെഷർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തെർമോകപ്പിളിൻ്റെ സർക്യൂട്ട് ഡിസൈൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇവിടെ ഒരു മൂവിങ് അയൺ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഇതിലാണ് കറണ്ട് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത്, ഈ കോയിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കറണ്ട് അല്ലെങ്കിൽ ഈ തെർമോകപ്പിളിൻ്റെ ഔട്ട്പുട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്
എന്തൊക്കെ കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ the output EMF obtained from the thermocouples can be measured through the following methods. മൾട്ടിമീറ്റർ ഉപയോഗിക്കും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കും, ദെൻ ആംപ്ലിഫയർ വിത്ത് ഔട്ട്പുട്ട് ഡിവൈസസ് യൂസ് ചെയ്യും. ഓക്കെ, ഈ മൾട്ടിമീറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിംപ്ലർ മെത്തേഡ് ഓഫ് മെഷറിംഗ് ദ ഔട്ട്പുട്ട് EMF ഓഫ് ദി തെർമോകപ്പിൾ. തെർമോകപ്പിളിൻ്റെ ഔട്ട്പുട്ട് EMF മെഷർ ചെയ്യാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെഷറിംഗ് ആണ് ഇത് മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ടുള്ളത്. The multimeter is connected to the cold junctions of the thermocouple. തെർമോകപ്പിളിൻ്റെ കോൾഡ് ജംഗ്ഷനുമായിട്ടാണ് മൾട്ടിമീറ്റർ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കോൾഡ് ജംഗ്ഷൻ ആൻഡ് ഹോട്ട് ജംഗ്ഷൻ, രണ്ട് ജംഗ്ഷൻ ഉണ്ട് അല്ലേ. കോൾഡ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നോൺ ടെമ്പറേച്ചറാണ്, ഹോട്ട് ജംഗ്ഷൻ എന്ന് പറയുന്നത് അൺനോൺ ടെമ്പറേച്ചറാണ്. നമ്മൾ ഏതാണോ മെഷർ ചെയ്യേണ്ടത്, ഏത് ഓബ്ജക്റ്റിൻ്റെ ടെമ്പറേച്ചറാണോ മെഷർ ചെയ്യേണ്ടത്, അതാണ് ഹോട്ട് ജംഗ്ഷനിൽ. Okay, the deflection of the multimeter pointer is equal to the current flowing through the meter. അപ്പോൾ മൾട്ടിമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ, മൾട്ടിമീറ്ററിൻ്റെ അകത്തുള്ള ഡിഫ്ലക്ഷൻ എന്തിനെ സൂചിപ്പിക്കുന്നു? ആ തെർമോകപ്പിളിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, the deflection of the multimeter pointer is equal to the current flowing through the meter. ഇനി നെക്സ്റ്റ് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കാറുണ്ട്. ദ ഔട്ട്പുട്ട് ഓഫ് ദ തെർമോകപ്പിൾ ക്യാൻ ഓൾസോ ബി മെഷർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി DC പൊട്ടൻഷ്യോമീറ്റർ ആണ്. ഓക്കെ, DC പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്കൊരു തെർമോകപ്പിളിൻ്റെ ഔട്ട്പുട്ട് മെഷർ ചെയ്ത് എടുക്കാവുന്നതാണ്. തേർഡ് വൺ ആംപ്ലിഫയർ. ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ വേർഡ് മീനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ആംപ്ലിഫൈ ചെയ്യുന്ന അല്ലെ, വർദ്ധിപ്പിക്കുന്ന രീതിയിൽ. ആംപ്ലിഫയർ വിത്ത് ഔട്ട്പുട്ട് ഡിവൈസസ്. ദ ഔട്ട്പുട്ട് ഒബ്റ്റെയിൻസ് ഫ്രം ദ തെർമോകപ്പിൾസ് ഈസ് ആംപ്ലിഫൈഡ് ത്രൂ ആൻ ആംപ്ലിഫയർ. ഒരു ആംപ്ലിഫയറിലൂടെ അത് ആംപ്ലിഫൈ ചെയ്തിട്ട് ആൻഡ് ദെൻ ഫീഡ് ടു ദ റെക്കോർഡിംഗ് ഓർ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ആംപ്ലിഫൈ ചെയ്തിട്ട് കൊടുക്കുന്നു. ആ രീതിയിൽ ആംപ്ലിഫയർ ചെയ്യുന്ന ഔട്ട്പുട്ട് ഡിവൈസസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു തെർമോകപ്പിളിൻ്റെ ഔട്ട്പുട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിമീറ്റർ യൂസ് ചെയ്യാം, പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്യാം, പിന്നെ ആംപ്ലിഫയർ ചെയ്യുന്ന ഏതെങ്കിലും ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ മാർക്കറ്റിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തെർമോകപ്പിൾസ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ തെർമോകപ്പിൾസ് ആർ അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് മെറ്റൽസ് ഓർ കാലിബ്രേഷൻസ്. അപ്പോൾ ദ മോസ്റ്റ് കോമൺ ആർ ദ ബേസ് മെറ്റൽ ടൈപ്പ് തെർമോകപ്പിൾ ഉണ്ട്. കാരണം രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് മെറ്റൽസ് ആവശ്യമാണ് അല്ലേ. അപ്പോൾ ബേസ് മെറ്റൽ ടൈപ്പ് തെർമോകപ്പിൾ അവൈലബിൾ ആണ്. തെർമോകപ്പിൾസ് നോൺ ആസ് ടൈപ്പ് ജെ ഉണ്ട്, ടൈപ്പ് കെ, ടൈപ്പ് ടി, ടൈപ്പ് ഇ ആൻഡ് എൻ. അപ്പോൾ JKTEN അവൈലബിൾ ആണ്. There are also high temperature calibrations also known as noble metal thermocouples types RS, C and GB type. ജസ്റ്റ് അതിൻ്റെ പേര് മാത്രം ഓർമ്മിച്ച് വെച്ചാൽ മതി. തെർമോകപ്പിൾ ടൈപ്സ് ഈ ഒരു ഡിഫറെൻറ്റ് കാറ്റഗറീസിലുണ്ട് എന്നുള്ള ടൈപ്സ് JKTEN ആൻഡ് പിന്നെ ഉള്ളത് നോബിൾ മെറ്റൽ തെർമോകപ്പിൾസ് RSC ആൻഡ് GB. ഇതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള തെർമോകപ്പിൾസ് ആണ്. ഓക്കെ, each calibration has a different temperature range and environment, although the maximum temperature varies with the diameter of the wire used in the thermocouple. Okay, അപ്പോൾ thermocouple different types ഉണ്ട് എന്ന് പറഞ്ഞു ഓൾറെഡി. Thermocouples are available in different combinations of metals or calibrations എന്ന് പറഞ്ഞു. പല മെറ്റൽസിൻ്റെ കോമ്പിനേഷനായിട്ട് നമുക്ക് തെർമോകപ്പിൾ അവൈലബിൾ ആണ്. പിന്നെ കോമ്പിനേഷൻ ഓഫ് കാലിബ്രേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഈച്ച് കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ, ഓരോ മെറ്റലിനും എന്തായിരിക്കും അതിൻ്റെ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്, റൈറ്റ്. ഓരോ മെറ്റലിനും അതിൻ്റെ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, ഡിഫറെൻ്റ് ആണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ആ ഓരോരോ മെറ്റൽസിനും നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ മെറ്റീരിയൽസിൻ്റെയും എന്താണ് ആ വയറിൻ്റെ ഡയമീറ്റർ എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഡയമീറ്ററിനെ
ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോ മെറ്റൽ ഉപയോഗിക്കുന്ന മെറ്റലിൻ്റെ ഡയമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന് എത്ര ക്യാരി ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഈച്ച് കാലിബ്രേഷൻ ഹാസ് എ ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ ranged and environment. Although the maximum temperature varies with the diameter of the wire used in the thermocouple. Although the thermocouple calibration detects the temperature range, the maximum range is also limited by the diameter of the thermocouple wire. അപ്പോൾ നമ്മൾ തെർമോകപ്പിൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു മെറ്റലിൻ്റെ ഡയമീറ്ററിന് എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട് ദ മാക്സിമം റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൻ്റെ റേഞ്ച്, എത്രത്തോളം ടെമ്പറേച്ചർ ഓരോ മെറ്റലിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ മെറ്റലിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഓൾദോ ദ തെർമോകപ്പിൾ കാലിബ്രേഷൻ ഡിറ്റക്ട്സ് ദ ടെമ്പറേച്ചർ റേഞ്ച്. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ മിനിമം എത്ര, മാക്സിമം എത്ര റേഞ്ച് അതിനെ ഒക്കുപ്പൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, the maximum range is also limited by the diameter of the thermocouple wire. That is, a very thin thermocouple may not reach the full temperature range. Very thin ആയിട്ടുള്ള thermocouple not reach the full temperature range. K-type thermocouples are known as general purpose thermocouples due to its low cost and temperature range. അപ്പോൾ നമ്മളിവിടെ കണ്ടു K-type എന്നുള്ളത് നമ്മളിവിടെ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ K-type തെർമോകപ്പിൾസ് ആർ നോൺ ആസ് ജനറൽ പർപ്പസ് തെർമോകപ്പിൾസ് ആണ് ഡ്യൂ ടു ഇറ്റ്സ് ലോ കോസ്റ്റ് ആൻഡ് ടെമ്പറേച്ചർ റേഞ്ച്. ലോ കോസ്റ്റ് ആണ്, പിന്നെ ടെമ്പറേച്ചർ റേഞ്ച് ഉള്ളത് കൊണ്ട് തെർമോകപ്പിൾസ് അതിൻ്റെ അകത്ത് K-type തെർമോകപ്പിൾസ് ആണ് ജനറൽ പർപ്പസ് ആയിട്ടുള്ള തെർമോകപ്പിൾസ്. അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡയമീറ്റർ ഓഫ് ദി വയർ യൂസ്ഡ് ഇൻ ദ തെർമോകപ്പിൾ. ഓക്കെ, because a thermocouple measures in wide temperature ranges and can be relatively rugged, അങ്ങനെ പെട്ടെന്നൊരു ഒരസിപ്പോയി പൊട്ടുന്ന അങ്ങനത്തെ ടൈപ്പ് ഒന്നുമല്ല. തെർമോകപ്പിൾസ് ആർ വെരി ഓഫൺ യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രി. തെർമോകപ്പിൾസ് ഓഫൺ ആയിട്ടാണ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത്. ദ ഫോളോയിങ് ക്രൈറ്റീരിയ ആർ യൂസ്ഡ് ഇൻ സെലക്ടിങ് എ തെർമോകപ്പിൾ. അപ്പോൾ നമ്മുടെ ഒരു ആവശ്യത്തിന് ഒരു തെർമോകപ്പിൾ നമ്മൾ സെലക്ട് ചെയ്യും. കാരണം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തെർമോകപ്പിൾസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ആവശ്യത്തിന് ഒരു തെർമോകപ്പിൾസ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ടെമ്പറേച്ചർ റേഞ്ച്, ഒരു തെർമോകപ്പിളിൻ്റെ ടെമ്പറേച്ചർ റേഞ്ച് എന്താണെന്നുള്ളത് ശ്രദ്ധിക്കണം. കെമിക്കൽ റെസിസ്റ്റൻസ് ഓഫ് ദി തെർമോകപ്പിൾ ഓർ ഷീറ്റ് മെറ്റീരിയൽ ശ്രദ്ധിക്കണം. അബാർസൺ ആൻഡ് വൈബ്രേഷൻ റെസിസ്റ്റൻസ് ശ്രദ്ധിക്കണം. ഇൻസ്റ്റാളേഷൻ റിക്വയർമെൻറ്റ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ചില ഇതിന് ഇൻസ്റ്റാൾ ചെയ്യേണ്ട റിക്വയർമെൻറ്റ്സ് ആവശ്യമായിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യകതയുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു തെർമോകപ്പിള് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ക്രൈറ്റീരിയ ടെമ്പറേച്ചർ റേഞ്ചുള്ള ശ്രദ്ധിക്കണം. എത്ര മുതൽ എത്ര വരെയുള്ള ടെമ്പറേച്ചർ റേഞ്ചുള്ള എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ റേഞ്ചിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ശ്രദ്ധിക്കണം. പിന്നെ കെമിക്കൽ റെസിസ്റ്റൻസ് ഓഫ് ദി തെർമോകപ്പിൾ ശ്രദ്ധിക്കണം. അബാർസൺ എന്ന് പറഞ്ഞാൽ എന്തോ ഘർഷണം വരിക, അതുകൊണ്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുക, അതിനൊക്കെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അബ്രേഷൻ ആൻഡ് വൈബ്രേഷൻ റെസിസ്റ്റൻസ്. പിന്നെ ഇൻസ്റ്റാളേഷൻ റിക്വയർമെൻറ്റ്സ് ആവശ്യമുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് ഫോർ സെലക്ടിങ് എ തെർമോകപ്പിൾ. ഓക്കെ, the next advantages of thermocouple. The following are the advantages of the thermocouple. Thermocouple advantages. The thermocouple is cheaper than the other temperature measuring devices. Okay, thermocouple വളരെ cheaper ആണ്. The thermocouple has the fast response time. It has a wide temperature range. These are the main advantages of thermocouple. And disadvantages of thermocouple. The thermocouple has low accuracy. Okay, one disadvantage is low accuracy. The recalibration of the thermocouple is difficult. Recalibration difficult. These are the main disadvantages of thermocouple. And the next, the thermocouple made ചെയ്യുന്നത് പലപ്പോഴും നിക്കൽ അലോയ്, പ്ലാറ്റിനം റോഡിയം അലോയ്, ടങ്സ്റ്റൺ റിനിയം അലോയ്, chromal gold iron alloy are the name of the alloys. Name of the alloy. എന്തൊക്കെ alloys ആണ് ഉപയോഗിക്കുന്നത്? Name of the alloys used for making the thermocouple. Okay.